പ്രശാന്ത് സാർ നമസ്കാരം. പി സി ജോർജിന് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതിനു ശേഷം പി സി ജോർജ് പറഞ്ഞത് രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരായിക്കൊണ്ടുള്ള തൻ്റെ നിലപാട് തുടരും, തൻ്റെ പോരാട്ടം തുടരും എന്ന് പറഞ്ഞുകൊണ്ടാണ് പി സി ജോർജ് ജയിലിൽ നിന്ന് ഇറങ്ങിയത്. അതിനുശേഷം കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ ചർച്ചാ യജ്ഞം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പി സി ജോർജിനെതിരായിക്കൊണ്ടുള്ള ചർച്ച, പി സി ജോർജിന് ഇത്ര പെട്ടെന്ന് ജാമ്യം കിട്ടുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് പി സി ജോർജിനെ ബാധിച്ചിട്ടില്ല, എങ്ങനെയെങ്കിലും പി സി ജോർജുമായി ബന്ധപ്പെട്ട ഈ വിഷയം ലൈം ലൈറ്റിൽ നിർത്തുക എന്നുള്ള ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് മാധ്യമങ്ങളെല്ലാം തന്നെ വലിയ വിധത്തിൽ ചർച്ചകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പി സി ബി ജെ പിക്ക് ബാധ്യതയാവും, പി സി ഇന്ന് തുടങ്ങിയ പ്രശ്നമല്ല, ഒരുപാട് കാലമായി പി സി ഇത്തരത്തിലുള്ള സംസാരങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് എന്ന് തുടങ്ങി പല വിധത്തിലുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പി സി ജോർജ് യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് ബാധ്യതയാകും എന്ന് പറഞ്ഞുകൊണ്ട് പി സി എന്ന് പറയുന്ന ഒരു നേതാവിനെ അവിടെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണോ മാധ്യമങ്ങൾ നടത്തുന്നത്? തീർച്ചയായിട്ടും. കാരണം പി സി ജോർജിന്റെ മുദ്രാവാക്യത്തിന് വലിയ വലിപ്പം കിട്ടിയല്ലോ, അല്ലെങ്കിൽ ചർച്ചയായല്ലോ. അപ്പൊ അതിനകത്ത് മാധ്യമങ്ങളുടെ അജണ്ട പറഞ്ഞാൽ പി സി ജോർജ് ഇന്നലെ പറഞ്ഞത് രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെ പോരാടും. രാജ്യവിരുദ്ധ ശക്തികളെ ഇനി നമുക്ക് തിരയാം, അല്ലെങ്കിൽ ആരാണെന്ന് നോക്കാം. അങ്ങനെ ഇതുവരെ മറഞ്ഞിരുന്നില്ലേ, അത് ആരാന്ന് നോക്കുമ്പോ ഇതിനകത്ത് ഈ മാധ്യമം വരും. രാജ്യവിരുദ്ധ ശക്തികൾ, എന്റെ വാർത്ത ഇതിനകത്ത് ഇപ്പൊ നമ്മൾ പരിശോധിക്കുമ്പോൾ, ഇത് വിശാലമായിട്ട് പരിശോധിക്കുമ്പോൾ എന്താണ് രാജ്യവിരുദ്ധത? ആ രാജ്യത്തിന്റെ മുന്നോട്ടുള്ള സുഗമമായ പോക്കിന് വിഘ്നം നിൽക്കുന്നവരെല്ലാം രാജ്യവിരുദ്ധരാ. അത് ആഗ്രഹിക്കുന്നവരുടെ കയ്യിൽ നിന്ന് അച്ചാരം പറ്റി ആ പണി ചെയ്യുന്നവരെല്ലാം രാജ്യവിരുദ്ധരാ. അപ്പം ഏതെങ്കിലും ഒരു ഭാഗമായിട്ട് നിന്ന് എന്തെങ്കിലുമൊക്കെ മാധ്യമപ്രവർത്തനം നടത്തുന്നവർക്കും ഈ രാജ്യവിരുദ്ധതയുടെ ഭാഗമായിട്ട് വരും. അപ്പം പി സി ഇന്നലെ ഇറങ്ങി, പി സി ജോർജ് എന്ന് പറഞ്ഞ ഒരു ചാനൽ ചർച്ചയിൽ സാക്കീർ എന്ന് പറയുന്ന ആളുമായിട്ട് നടന്ന ഒരു ചർച്ചയ്ക്കകത്ത് സാക്കീർ എന്ന് പറയുന്ന ആളിന്റെ ഭാഗം മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി ഇപ്പം ഈ പറയുന്നത് പോലെ മതേതരത്വ ജനാധിപത്യ സംവിധാനത്തിനകത്ത് ഊറ്റം കൊള്ളുമ്പോൾ നിങ്ങൾ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം, നിങ്ങൾ നേരത്തെ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം, നിങ്ങളെ മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ നിങ്ങൾ ഈ പറയുന്നതൊന്നുമല്ല. അല്ലെങ്കിൽ SDPI-കാരനെ പോലും PFI-കാരനെ പോലും അതുപോലെ ഉള്ള കക്ഷികളെ പോലും സംരക്ഷിച്ചിട്ട് പോകുന്ന ഒരാളാണ്. അല്ലെങ്കിൽ മതത്തിന്റെ ഭാഗമായിട്ട് നിന്ന് ബാക്കിയുള്ളവരുടെ അവകാശങ്ങളെ തട്ടിയെടുക്കുന്നതിന് വേണ്ടി നിൽക്കുന്ന ആളാണ്. അങ്ങനെയുള്ള ഒരു പാർട്ടിയാണ് നിങ്ങളുടേതെന്ന് പി സി ജോർജ് പറയുകയും എണ്ണി പറയുകയും അതിനകത്ത് അതെല്ലാം ശരിയാണെന്ന് കാണുമ്പോൾ ഉത്തരം മുട്ടുന്ന സാക്കീർ പി സി ജോർജിനെ പ്രകോപനം കൊള്ളിക്കുകയാണ്. അപ്പൊ പി സി ജോർജ് നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ്, നിങ്ങൾ വായി വരുന്നതെല്ലാം പറയുന്നവരല്ലേ എന്ന് പറഞ്ഞ് പ്രകോപിപ്പിക്കുമ്പോൾ അദ്ദേഹം ഈ പറയുന്നത് പോലെ ഈ സാക്കീറിന്റെ അടുത്ത് പറയുന്നുണ്ട് ചില വാചകങ്ങൾ. അതിനകത്ത് ആ സാക്കീറിന്റെ അടുത്ത് പറഞ്ഞ വാചകങ്ങൾ, അല്ലെങ്കിൽ പ്രകോപനം കൊണ്ട് പെട്ടെന്ന് പറഞ്ഞ വാചകങ്ങൾ വളച്ചൊടിച്ച് അതൊരു സമുദായത്തിന്റെ മൊത്തം എതിരെ പറഞ്ഞ വാചകമാണെന്ന് വരുത്തി തീർത്താണ് ഈ പറയുന്ന പോലെ ഇദ്ദേഹത്തിനെതിരെ കേസെടുപ്പിക്കുന്നത്, അദ്ദേഹത്തിനെ അകത്തിടുകയും ചെയ്യുന്നത്. അപ്പൊ ഇത് ശരിയാണല്ലേ, പി സി ജോർജ് പറഞ്ഞതിനകത്ത് ശരികൾ ഉണ്ടെന്ന് പറയുന്നവരെ കൂടി ചൂണ്ടിക്കാണിച്ച്, അത് ഫേസ്ബുക്കിൽ കൂടി പറയുന്നതായാലും യൂട്യൂബിൽ കൂടി പറയുന്നവരെ അവരെ കൂടെ ചൂണ്ടിക്കാണിച്ച് അവരെയും കൂടെ പോലീസ് സ്റ്റേഷനിൽ കയറ്റി അല്ലെങ്കിൽ അവരുടെ പേരിൽ കേസ് ഉണ്ടാക്കി, അതായത് ഈ പറഞ്ഞ കാര്യങ്ങൾ ഇവരെന്താണെന്ന് പൊളിക്കാൻ ശ്രമിച്ചത് വീണ്ടും ഒരാൾ ആവർത്തിക്കാതിരിക്കാൻ വ്യഗ്രതയോടെ ശ്രമിക്കുന്ന ഒരു മുസ്ലിം ലീഗിനെയാണ് നമ്മൾ കണ്ടത്. പി സി ഇറങ്ങിയത് എങ്ങനെയാ? പി സിക്ക് ജാമ്യം കിട്ടി, പി സി ഇറങ്ങിയപ്പോൾ ഇത് ഉറക്കെ പറയാൻ തുടങ്ങി. ഇതൊരു ചാനൽ ചർച്ചയിൽ സാക്കീറിന്റെ അടുത്ത് പറഞ്ഞ ആ ചാനൽ ചർച്ചയിൽ ഒരു വാർത്തയ്ക്ക് 24 മണിക്കൂറിനപ്പുറം ചർച്ചയുണ്ടാവാത്ത നാട്ടിൽ ഈ സാധനം കോടതിയിൽ കൊണ്ടുപോയി കേസ് കൊടുത്ത് ഇങ്ങനെ പറഞ്ഞാൽ എല്ലാവരെയും ഞങ്ങൾ അകത്തിടും, ഞങ്ങൾക്കെതിരെ പറയുന്ന എല്ലാവരെയും ഞങ്ങൾ തീർക്കും എന്ന ഒരു സന്ദേശം കൊടുക്കാൻ ശ്രമിച്ചത് പി സി ജോർജിലൂടെ ആയപ്പോൾ ആ പി സി ജോർജ് ഇറങ്ങിയിട്ട് പറഞ്ഞ മുദ്രാവാക്യത്തിന് വലിയ പ്രസക്തിയുണ്ട്. ഞാൻ രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെ പോരാടും. അപ്പൊ ആ ചോദ്യം, ആരാണ് രാജ്യവിരുദ്ധ ശക്തികൾ? ആ വ്യക്തത തിരക്കി ഇറങ്ങുമ്പോൾ, ആ വ്യക്തത വരുത്താൻ പി സി ജോർജ് ശ്രമിക്കുമ്പോൾ, ആ വ്യക്തത വരുമ്പോൾ ഇവിടുത്തെ സാക്കീർ ഉൾപ്പെടെ ഉള്ളവർ അതിനകത്ത് വരുമോ എന്നുള്ളതാ നമുക്കിപ്പോ പ്രശ്നമായിട്ട് വരുന്നേ. അത് നാളെക്കാലത്തെ ഒരു വലിയ രാഷ്ട്രീയമാണ്. അപ്പൊ സാക്കീർ വരും, മാധ്യമങ്ങൾ വരും, അല്ലെങ്കിൽ ഈ പണിയെടുക്കുന്നവർ എല്ലാവരും വരും, കേരളത്തിൽ ആനപ്പുറത്തെ കയറ്റവും വരും,
അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവൻ വരും, മുനമ്പത്തെ വസ്തു ഞങ്ങളതാണെന്ന് തീർത്ത് പറയുന്നവർ വരും. അപ്പം ഇവിടുത്തെ ന്യായത്തിന്റെ കൂടെ നിൽക്കാതെ ഞങ്ങളുടെ ന്യായം മാത്രം അംഗീകരിക്കണമെന്ന് പറയുന്ന ഏതെങ്കിലും ഒക്കെ വിഭാഗങ്ങൾ ഉണ്ടെങ്കിൽ ആ വിഭാഗങ്ങളെല്ലാം രാജ്യവിരുദ്ധ ശക്തികളുടെ കൂടെ വരും. ഞങ്ങൾ ഇവിടുത്തെ നിയമങ്ങൾ അംഗീകരിക്കാൻ തയ്യാറല്ലെന്ന് പറയുന്നവൻ ഇതിന്റെ കൂടെ വരും. ഇവിടുത്തെ പാർലമെന്റും ജനാധിപത്യ സംവിധാനവും പാസ്സാക്കുന്ന ബില്ലുകൾ അംഗീകരിക്കാൻ തയ്യാറാവത്തില്ലെന്ന് പറയുന്നവൻ ഇതിന്റെ കൂടെ വരും. രാജ്യത്തിനെതിരെ പോരാടുന്നവൻ ഇതിന്റെ കൂടെ വരും. പാകിസ്ഥാന് ജയ് വിളിക്കുന്നവന്റെ കൂടെ വരും. അപ്പൊ വളരെ കൂടുതൽ ആൾക്കാർ ഇതിന്റെ കൂടെ വരും. അപ്പൊ ആ വരുന്നതിന്റെ കൂട്ടത്തിൽ ഇവിടുത്തെ മുസ്ലിം ലീഗുകാരൻ ആദ്യം വരും, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ UDF കാരൻ വരും, ആ LDF കാരൻ നോക്കുമ്പോ അവരും കുറച്ച് കാണും. അപ്പൊ ഇത് ഒരു വലിയ പ്രശ്നമായിട്ട് വരികയാണ്. ഇന്ന് ലോകം ചർച്ച ചെയ്യുന്നതും ഇന്ത്യ ചർച്ച ചെയ്യുന്നതും കേരളം ചർച്ച ചെയ്യുന്നതായിട്ടൊരു വിഷയമാണ്. ആ വിഷയം ശരിയായ രീതിയിൽ ചർച്ച ചെയ്താൽ രാജ്യസ്നേഹികൾ ഒരു പക്ഷേ PC ജോർജ് പറഞ്ഞതിനോട് യോജിക്കും. PC ജോർജ് പറഞ്ഞതിനോട് യോജിക്കുമ്പോൾ ആ യോജിപ്പ് BJP ആവേണ്ടത് വരും. അതുകൊണ്ടാണ് ഇപ്പൊ മാധ്യമങ്ങൾ PC ജോർജ് BJPക്ക് ബാധ്യയാവുന്നു. ഇതേ ചോദ്യം നിങ്ങൾ വേറെ കേട്ടിട്ടുണ്ട്, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സുരേഷ് ഗോപി BJPക്ക് ബാധ്യയാവും. പിന്നെ നിങ്ങൾ ഇതിനകത്ത് എന്തിനാ മെനക്കെടുന്നത്? നിങ്ങൾ ഇവിടുത്തെ BJPയുടെ പ്രസിഡന്റിനെ തീരുമാനിക്കണ്ട, CPM-ന്റെ പ്രസിഡന്റിനെ തീരുമാനിക്കണ്ട, കോൺഗ്രസിന്റെ പ്രസിഡന്റിനെ തീരുമാനിക്കണ്ട, ഇവിടുത്തെ കോടതിയുടെ അജണ്ട തീരുമാനിക്കണ്ട. ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് വളരെ കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് റിപ്പോർട്ട് ചെയ്യും. നിങ്ങൾ അതിനകത്ത് കുഴപ്പങ്ങളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്ക്. അല്ല നിങ്ങളുടെ അജണ്ടകൾ നിങ്ങളാണോ തീരുമാനിക്കുന്നത്? BJPക്ക് എന്തൊക്കെ ബാധ്യത വരും? BJPക്ക് ബാധ്യത വരുന്നതൊക്കെ കണ്ടുപിടിച്ച് ആ ബാധ്യതയൊക്കെ മാറ്റാൻ പറ്റുന്ന പാർട്ടിയാ BJP. അല്ലെ കോൺഗ്രസിന് കഴിവ് കാണും, CPM-ന് വന്ന CPM-ന് അതിന് കഴിവ് കാണും. കാരണം അതിനകത്ത് നിങ്ങൾ വ്യാജപ്പെട്ട. അപ്പൊ നിങ്ങൾക്ക് PC ജോർജിനെങ്കിലും ബാധ്യത ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആ PC ജോർജിന് ബലം കിട്ടുന്നത് BJP നിന്നാൽ ആവുന്നത് കൊണ്ടാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തുനിന്ന് അയാളെ പറിച്ചു കളയുന്നതിന് വേണ്ടി മെനക്കെടുന്നതായിട്ടാണ് നമ്മൾക്കൊക്കെ തോന്നുന്നത്. അപ്പൊ അല്ലാതെ PC ജോർജ് BJPക്ക് ബാധ്യത ഒന്നും ആയിട്ടില്ല. PC ജോർജ് BJPക്ക് ബാധ്യത PC ജോർജ് ഇന്നലെ അല്ലല്ലോ ഉണ്ടായത്. മെനഞ്ഞാന്ന് BJPയിലോട്ട് PC ജോർജിനെ പ്രസവിച്ചിട്ടതൊന്നും അല്ലല്ലോ. PC ജോർജ് വളരെ കാലം കൊണ്ട് ഈ പാർട്ടിക്കകത്ത് വേറെ ചില പാർട്ടിക്കകത്ത് നിൽക്കുകയും ഈ ഏറ്റവും ഇവർ സംസാരിക്കുന്ന ലോകത്ത് കൊള്ളില്ലാത്ത PC ജോർജ് ഒരു 35 കൊല്ലം MLA ആയതും അയാൾക്ക് ഒരു 10-75 വയസ്സ് വരെ അതിനകത്ത് 75 വയസ്സോളം ഇപ്പൊ ഉണ്ടെന്ന് അദ്ദേഹത്തിന് പറയുന്നു. അതിനകത്ത് ഒരു 50 അല്ലെങ്കിൽ ഒരു 15 വയസ്സ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഒരു 60 കൊല്ലത്തെ രാഷ്ട്രീയ പാരമ്പര്യം ഉണ്ടല്ലോ. അപ്പൊ ഇത്രയും നാൾ ഈ രാഷ്ട്രീയത്തിൽ പിടിച്ചിരിക്കാൻ സാധിക്കുന്നതൊക്കെ അദ്ദേഹം ഈ പറയുന്നത് പോലെ വലിയ കൊള്ളരുതാത്ത ആളായതുകൊണ്ടൊന്നും അല്ലല്ലോ. അദ്ദേഹത്തിനകത്ത് എന്തൊക്കെയോ കൊള്ളാം, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ പറ്റും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് സമൂഹത്തിൽ നിൽക്കാൻ പറ്റും, അദ്ദേഹത്തിന്റെ വാചകത്തിന് സമൂഹത്തിൽ വിലയുണ്ട് എന്നൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത്, നമ്മൾ ചർച്ച ചെയ്തത് PC ജോർജിനെ ക്ലോസ് ചെയ്യാൻ ചില മാധ്യമങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു PC ജോർജിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് റിപ്പോർട്ടർ റിവ്യൂയുടെ അയ്യോ PC ജോർജിന് കേരളത്തിൽ നിന്ന് ആരുമില്ല, PC ജോർജ് കരഞ്ഞു കേന്ദ്രത്തിൽ വിളിച്ചു. ജാക്ക് ബേക്കറോ പുള്ളിയാണല്ലോ ഇവിടുത്തെ ചാർജുകാരൻ BJP. അതെങ്ങനെ ഇയാളറിഞ്ഞ് PC ജോർജ് രഹസ്യമായിട്ട് ജാവേക്കറിനെ വിളിക്കുന്ന കാര്യം റിപ്പോർട്ടർ TV-കാരന്റെ ഫോണിൽ നിന്നാണ് വിളിച്ചത്, അല്ലെങ്കിൽ ഈ പുള്ളിയുടെ വീടിന്റെ പുറയിലെങ്ങാണ്ട് റിപ്പോർട്ടർ TV-കാരൻ മറന്നു വന്നായിരുന്നു. അപ്പൊ അതായത് PC ജോർജ് BJPക്കകത്തല്ല, അപ്രസക്തനാണ്, നാളെ കാലത്തെ ആരും ഇല്ലാത്തവൻ. അപ്പൊ ഇതൊരു അജണ്ടയാ. അപ്പൊ ഇന്നലെ ഇദ്ദേഹം ഇറങ്ങി വന്നപ്പോൾ ഇദ്ദേഹം പറയുന്ന കാര്യം ഇവർക്ക് റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ ഒക്കത്തില്ല. പണ്ടില്ലേ മുനമ്പ സമരത്തിന്റെ അവിടെ സുരേഷ് ഗോപി ചെന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ മുനമ്പ സമരം ഇതുവരെ അവന്മാരെ ഒളിപ്പിച്ച് അച്ചാരം മേടിച്ചിട്ട് ഒളിപ്പിച്ച് വെച്ചിരുന്നതാണ് ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം കൂടെ. അപ്പൊ അത് അന്ന് സുരേഷ് ഗോപി വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ചെല്ലാതിരിക്കാൻ ഒക്കത്തില്ല, സുരേഷ് ഗോപി അവിടെ നിന്ന് പറയുന്ന കാര്യം പറയാതിരിക്കാൻ ഒക്കത്തില്ല. അങ്ങനെ വെളി വന്നു പറഞ്ഞാലേ PC ജോർജ് ജയിലിൽ പിടിച്ചിട്ടു. PC ജോർജ് അവിടെ കിടന്ന് പുഴുക്കുമെന്നാണ് വിചാരിച്ചത്. PC ജോർജ് ഒരു ദിവസം പോലും ജയിലിൽ പോയില്ല. പുള്ളിക്ക് ഹാർട്ടിന് എന്തോ പ്രശ്നം വന്നു, അദ്ദേഹത്തെ അവിടെ ഇന്നലെ ജാമ്യം കൊടുത്തു. ജാമ്യം കൊടുക്കാതിരിക്കാനുള്ള വകുപ്പൊന്നുമില്ല. എന്റെ ഭാരത 3 കൊല്ലത്തെ കേസേ ഉള്ളൂ. ഇനി ജാമ്യമൊക്കെ വെളിയിൽ നിന്നേ കൊടുക്കാവുന്നേ ഉള്ളൂ. ഇതിനകത്ത് ഒരു അജണ്ട ഉണ്ടെന്ന് ആരെങ്കിലും ഒക്കെ വിചാരിച്ചാൽ ആ അജണ്ട തന്നെ ഉണ്ട്. മനസ്സിലാവുന്നല്ല. ഈ പുള്ളിയില്ല 6 പേരെ വെട്ടിയിട്ട് 5 പേര് ഒരാൾ യാവാറുണ്ടെന്ന് പറഞ്ഞ കേസിലെ പ്രതിയൊന്നുമല്ല. അപ്പൊ ഇതൊക്കെ ജാമ്യം കിട്ടുന്ന വകുപ്പൊക്കെ ഉണ്ട്. ഇപ്പൊ ഇവിടെ വലിയ രീതിയിൽ വലിപ്പത്തിൽ കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഇതിനകത്ത് നമ്മൾ പറഞ്ഞു വന്നതിനകത്തുനിന്ന് വിട്ടു. അപ്പൊ ഈ PC ജോർജിന്റെ വിഷയത്തിനകത്ത് ഈ പറയുന്നത് പോലെ കാര്യങ്ങളില്ല. അപ്പം ഇതിനകത്ത് കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. PC ഇതിനകത്ത് നിന്നാൽ നാളെ കാലത്തെ BJPക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു നേട്ടം ഉണ്ടായേക്കാം. അപ്പം ഈ പറയുന്ന BJPക്ക് ഒരു ന്യൂനപക്ഷത്തിന്റെ ഭാഗമായിട്ട് ഒരു ന്യൂനപക്ഷം സഹായിക്കുന്ന ഒരവസ്ഥ ഈ BJP കേരളത്തിൽ വന്നാൽ BJPക്ക് ഇവിടെ വളരെ പെട്ടെന്ന് വളരാനും അല്ലെങ്കിൽ അധികാരത്തിൽ വരാനും ഒക്കെ സാധിക്കും. അപ്പൊ BJP വിരുദ്ധ രാഷ്ട്രീയത്തിന് വേണ്ടി ആരെങ്കിലും അച്ചാരം മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ പണി അവർ ചെയ്യണം. അത് അവരുടെ കൂറാണ്, അവരെ ചെയ്തോട്ടെ. അപ്പൊ ഈ രാജ്യവിരുദ്ധ ശക്തികൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ
ഈ പറയുന്ന പോലെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ആരൊക്കെ രാജ്യവിരുദ്ധ ശക്തികളോ അവർ ഇറിറ്റേറ്റഡ് ആവുന്നുണ്ടാകാം. അതിനകത്ത് PC പറഞ്ഞ, സാക്കീറിന്റെ അടുത്ത് പറഞ്ഞ, ഷാക്കീർ അടുത്ത് പറഞ്ഞ PFIക്കാരനെയും SDPIക്കാരനെയും അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാരെ പറയുമ്പോൾ അത് ഞങ്ങളുടെ ഭാഗമാണെന്നും അവരെ പറയുമ്പോൾ സാക്കീറിനെ നൊല്ലുകയും സാക്കീർ തിരിച്ചു പറയുന്നത് കേട്ടോണം. സാക്കീർ ഇവിടുത്തെ RSSനെയാ പറയുന്നത്. എടാ, ഇവിടുത്തെ രാജ്യത്തെ നിരോധിത സംഘടനയായിട്ടുള്ള അല്ലെങ്കിൽ രാജ്യദ്രോഹത്വത്തിന് നിരോധിച്ചിട്ടുള്ള സംഘടനയുടെ പേര് പറയുമ്പോൾ തിരിച്ച് കൗണ്ടർ ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? ഇവിടുത്തെ മാധ്യമങ്ങൾ കൗണ്ടർ ചെയ്യുന്നത് എങ്ങനെ? RSSന്റെ പേരിലുള്ള ആരോപണം ഇവര് പറയുന്നത് പണ്ട് ഗാന്ധിയെ കൊന്ന ആരോപണമാണ്. ഈ ഗാന്ധിയെ കൊന്ന ആരോപണത്തിനകത്ത് RSS ഇല്ലെന്ന് സുപ്രീം കോടതി പറയുകയും സുപ്രീം കോടതിയിൽ നിന്ന് RSSന്റെ പേര് പറഞ്ഞ് ആരെങ്കിലും വരികയാണെങ്കിൽ അവരുടെ പേരിൽ പ്രതിപക്ഷ നേതാവിന്റെ പേര് വരെ കേസാണ്. മാത്രമല്ല ആ RSSനെ ഇപ്പൊ ഈ പറയുന്ന സാക്കീർ വരെ പറയുന്ന RSSനെ തിരിച്ച് നിരോധനം മാറ്റിയിട്ട് ഇവിടെ കൊണ്ടുവന്നും ഈ പറയുന്ന ആഗസ്റ്റ് 5 പരേഡിൽ പങ്കെടുപ്പിച്ചപ്പോ ആളുമല്ലേ നെഹ്റു. ആ നെഹ്റുവിനെ നിങ്ങൾ ഇപ്പൊ ഉയർത്തി കാണിക്കുന്നുണ്ടല്ലോ. ആ നെഹ്റു ഒരു കാലത്ത് നിങ്ങളെ മാറ്റി നിർത്തിയതാ. അത് നിങ്ങൾ ആലോചിക്കണം. അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് വരെ നിങ്ങളെ 63 ജയിച്ചിട്ട് വന്നവർക്ക് പോലും നിയമസഭ മാറ്റി നിർത്തിയ. നിങ്ങൾക്കൊരു സ്പീക്കറെ ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ എഴുതി മേടിച്ചിട്ട് സ്പീക്കറെ ഉണ്ടാക്കിയ കോൺഗ്രസിനുണ്ട്. അപ്പൊ നിങ്ങൾ എത്രത്തോളം രാജ്യവിരുദ്ധരാന്ന് ഈ രാജ്യത്തെ ഇന്ത്യക്കാർ തീരുമാനിച്ചിരുന്നു എന്നുള്ളത് മനസ്സിലാക്കണേ. ഇത് വെളിച്ചത്ത് കൊണ്ടുവന്നാൽ, ആ പഴയ കഥ വെളിച്ചത്ത് കൊണ്ടുവരാൻ ഇരിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നാൽ അവനെ ഞങ്ങൾ അകത്തിടും എന്നുള്ള രാഷ്ട്രീയമേ ഉള്ളൂ. ആ രാഷ്ട്രീയം തന്നെയാണ് മാധ്യമങ്ങളുടെ രാഷ്ട്രീയം. അല്ലെ PC ജോർജ് ബാധ്യത ഉണ്ടെങ്കിൽ BJP തീരുമാനിച്ചു. തീർച്ചയായും. എന്തായാലും നെഹ്റു മുസ്ലിം ലീഗിനെ വിശേഷിപ്പിച്ചത് ചത്ത കുതിര എന്നാണ് എന്ന് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നുണ്ട് അങ്ങയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ. എന്തായാലും പൊതുസമൂഹം തീരുമാനിക്കട്ടെ എന്തൊക്കെയാണ് അജണ്ടകൾ, എന്തൊക്കെയാണ് ഇവരുടെ ലക്ഷ്യങ്ങൾ എന്നത്. എന്തായാലും ഈ ചർച്ചയുമായി സഹകരിച്ചതിന് അങ്ങേക്ക് ഒരുപാട് നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.